വടകരയിൽ പിന്നോട്ടെടുക്കുന്ന ബസ് ഇടിക്കാതിരിക്കാൻ ട്രാക്കിൽ നിന്നും മാറാൻ ആവശ്യപ്പെട്ടതിന് കണ്ടക്ടർക്ക് യുവാവിന്റെ ക്രൂരമർദ്ദനം. സംഭവം വടകര പുതിയ ബസ് സ്റ്റാൻഡിലാണ്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി രതീഷ് ചേരുന്നു. രതീഷ്, ഒരു അപകടം പറ്റാതിരിക്കാനാണ് അയാളോട് മാറുവാൻ ആവശ്യപ്പെട്ടതെന്നാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്. ഇതിപ്പോൾ വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് തോളിയെ വെച്ച പോലെ ആയല്ലോ. ഷാമിൽ, സ്വാഭാവികമായും നമ്മളൊക്കെ തന്നെ ഈ അപകടത്തിൽ പെടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ആ സ്റ്റാൻഡിലുള്ള ആളാണ്, ബസ്സിലെ കണ്ടക്ടറാണ്. ബസ് കോഴിക്കോട് ഭാഗത്തേക്കുള്ള ബസ് ഇരിക്കുന്ന ട്രാക്കിലാണ് യുവാവ് ഇരുന്നത്. അദ്ദേഹത്തോട് മാറാൻ പറയുകയാണ് ഉണ്ടായത്. പൊടുന്നനെയാണ് യുവാവ് ഈ ദിവാകരൻ എന്ന കണ്ടക്ടറെ മർദ്ദിക്കുന്നത്. ഇദ്ദേഹം തൊട്ടിൽപ്പാലം റൂട്ടിലോടുന്ന ഹരിശ്രീ ബസ്സിലെ കണ്ടക്ടറാണ്. സാധാരണ സൗമ്യ സ്വഭാവനായിട്ടാണ് ഞാൻ ദിവാകരനെ പറ്റി പറയാറുള്ളത്. പൊടുന്നനെ യുവാവ് തലയ്ക്കും മുഖത്തിനും ഇടിക്കുകയായിരുന്നു. തുടർന്ന് തലയടിച്ച് ദിവാകരൻ വീണു. ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. ആദ്യം വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹം ഉള്ളത്. എന്നാലും ഈ സംഭവത്തിന് ശേഷം യുവാവ് പൊടുന്നനെ ഓടിപ്പോകുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. യുവാവിനെ സംബന്ധിച്ച് വടകര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ സംഭവം. ഇത്തരത്തിൽ ഒരു സഹായത്തിനും അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിന് മുൻകൈ എടുത്തതിനാണ് ദിവാകരന് ഇത്തരത്തിൽ മർദ്ദനമേറ്റത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വലിയ പ്രതിഷേധവും ഉണ്ട്. ബസ് ജീവനക്കാരടക്കം വലിയ പ്രതിഷേധത്തിലാണ്. എന്തായാലും പോലീസ് ഇയാളെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും ഒരു ഉപകാരം ചെയ്തതിന് കിട്ടിയ പാരിതോഷികം കഷ്ടമെന്നേ പറയാനുള്ളൂ.